ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ കേസുവിന് അകത്ത് ചേരിപ്പോര് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവരെ പിന്തുണച്ച് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം അലോഷ്യസിനെ വിമർശിക്കുകയാണ് എറണാകുളത്തെ KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വച്ചുപുറപ്പിക്കില്ലെന്ന് കൃഷ്ണലാൽ മുന്നറിയിപ്പ് നൽകുന്നു. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങളുമായി ചെന്നത്. സ്നേഹ, അലോഷ്യസ് സേവറിന്റെ നേതൃത്വത്തിൽ KSUവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന വിവാദം, അതിനെ തുടർച്ചയായി മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സമൂഹമാധ്യമങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. പരസ്യമായ പ്രതികരണവും അലോഷ്യസിന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഏത് നിലയിലാണ് മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് KSUവിൽ നീക്കങ്ങൾ ശക്തിപ്പെടുന്നത്? രതീഷ്, പല വിഷയങ്ങളിലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ ഒരു പരസ്യപ്പോര് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ KSUവിലേക്കും ആ പോര് രൂക്ഷമാകുന്നു എന്നതാണ് ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അതിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തുന്നു. പിന്നാലെ അത് മറ്റു ചില നേതാക്കൾ KSUവിലെയും കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റു ചില നേതാക്കൾ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ അലോഷ്യസ് സേവറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശനും ഒരേ വേദി പങ്കിടുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ ഇരുവരും തമ്മിൽ നേരിട്ട് ഒരുമിച്ച് നിന്നിരുന്നു. പക്ഷേ അലോഷ്യസ് സേവരെ കാണുകയോ അദ്ദേഹത്തിന് മുഖം പോലും നൽകാതെ മുഖ്യമന്ത്രി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം DCC ഓഫീസിന് തൊട്ട് മുൻപിലായി കാണുന്ന ഈ വെയിറ്റിംഗ് ഷെഡിന് മുകളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്ന. പോസ്റ്ററിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: KSUക്കാരെ തല്ലിച്ചതയ്ക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ട്, ചരിത്രം മറയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കില്ല എന്നെഴുതിയ പോസ്റ്ററായിരുന്നു ഇത്. ഈ പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എറണാകുളം അസംബ്ലി ഭാരവാഹികളായ ബസിൽ സമാൻ, ഋതു പർണദേവ് എന്നിവരായിരുന്നു ഈ ഒരു പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോഴേക്കും ആ പോസ്റ്റർ അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു ഭാരവാഹികളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാരാണ്, KSU പ്രവർത്തകരാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ കൃഷ്ണലാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തും. ഏതായാലും ഈ പോസ്റ്റർ ഇപ്പോൾ ഇവിടെയില്ല, പോസ്റ്റർ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആരാണ് നീക്കം ചെയ്തത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നത് മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് വിട്ടുവന്നവർ, അതായത് CPM-ൽ നിന്നും BJP-യിൽ നിന്നുമൊക്കെ വിട്ടുവന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിപ്പിച്ചപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു എന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പലരുടെയും അവസരങ്ങൾ, അതായത് KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും അടക്കം സീറ്റുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനി കലാലയ രാഷ്ട്രീയത്തിൽ അവർ ABVP ആയിരുന്നോ SFI ആയിരുന്നു എന്നൊന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്നെങ്കിൽ ആരെയും മറ്റ് പാർട്ടിയിൽ വിട്ട് വന്ന ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളത് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യമായാണ് കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുമുള്ളത്. നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടല്ലോ കേസിൽ. രണ്ട് അഭിപ്രായം. അതിനിടയിൽ എറണാകുളം DCC ഓഫീസ് പരിസരത്ത് തന്നെയല്ലേ ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടത്? അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ? രതീഷ്, ആ പോസ്റ്റ് ഈ DCC ഓഫീസിന് തൊട്ട് അടുത്ത് തന്നെ കാണുന്ന ആ മതിലുകളാണ്. 2 മതിലുകളിലായാണ് ആ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. ഈ പോസ്റ്ററുകൾ ഇപ്പോഴാണ് ഒട്ടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് കാണുമ്പോൾ തന്നെ കുറച്ച് പഴക്കമുള്ളതായാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷനാക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. 2 മതിലുകളിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ജോസഫ് വാഴക്കൻ തന്നെ ഒരു വിശദീകരണം നൽകുന്നത് അദ്ദേഹത്തിന് അത് അറിയില്ല. ആരാണ് എപ്പോഴാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ഈ മറ്റ് പോസ്റ്ററുകൾ KSUവിൻ്റെ അടക്കം പോസ്റ്ററുകളൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യത്തിൽ ഈ പോസ്റ്ററും കൂടി എവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. DCCയുടെ പരിസരത്ത് തന്നെയാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കുറച്ച് പഴക്കമുണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട്. ജോസഫ് വാഴക്കൻ, അത് ടീം UDFനും സർക്കാരിനും കരുത്തേകാൻ ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കുക എന്നതാണ് ഈ പോസ്റ്ററിലുള്ളത്. ഇതെപ്പോൾ സ്ഥാപിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഈ KSU ഗവൺമെന്റ് പ്ലീഡർ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ KSUവിനുള്ളിൽ തന്നെയുള്ള പോര്, അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യും. പരസ്യ പ്രതികരണത്തിലേക്ക്, അലോഷ്യസ് സേവനെതിരെ പരസ്യ പ്രതികരണത്തിലേക്ക് കേസിലെ ഒരു വിഭാഗം നീങ്ങുന്നു. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി എത്തുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ എറണാകുളത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. KSU നേതാക്കൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും.